ജോഷുവയുടെ പുസ്തകം 24-ാം അധ്യായം 15 ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. എനിക്ക് 5 മക്കളാണ്. ഞങ്ങൾ കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് വരെ UK-യിൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തും ജോലി ചെയ്തും വരികയായിരുന്നു. ആ സമയങ്ങളിൽ പെട്ടെന്നൊരു സാഹചര്യത്തിൽ ജോലി നഷ്ടപ്പെടുകയും അവിടെ നിൽക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്രശ്ന സാഹചര്യങ്ങളിലേക്ക് കടന്നു വരികയും ചെയ്തു. കർത്താവിന്റെ വചനം നമ്മളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 6 മുതൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഒന്നിനെ കുറിച്ചും ആകുലരാകണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളിലൂടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങളൊരു തീരുമാനമെടുത്തു. ഒരു 7 ദിവസമോ 10 ദിവസമോ ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല, സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ കുടുംബമായി ചേർന്ന്. അവർ സ്കൂളിൽ പോകുന്നവരെ രാവിലെ പറ്റുന്ന സമയമെല്ലാം രാവിലെ കുറച്ച് അധികം സമയം ദൈവത്തെ സ്തുതിക്കാൻ ഒരു തീരുമാനമെടുത്തു, ആരാധിക്കാൻ ഒരു തീരുമാനമെടുത്തു, പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ അവർ പോയതിനു ശേഷം ഞാനും എൻ്റെ ഭാര്യയും കൂടുതൽ നേരം ഉച്ചവരെ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുവാനായിട്ട് ഒരു തീരുമാനം ഞങ്ങൾ എടുത്തു. അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം പെട്ടെന്ന് ഞങ്ങൾ ചിന്തിക്കാതെ തന്നെ, ഞങ്ങൾ മുൻപേ ആലോചിക്കാതെ തന്നെ ഒരു തീരുമാനം എൻ്റെ മനസ്സിലൂടെ, എൻ്റെ നാവിലൂടെ കടന്നു വന്ന് നമുക്ക് ഇവിടെ നിന്ന് തിരിച്ച് നാട്ടിൽ പോകാം. അത് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അത് ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഞങ്ങൾ ഇവിടെ വരികയും ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ ഇവിടെ വരികയും, എന്നാൽ ഇവിടെ വന്നിട്ട് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി, വൈഫ് സിവിൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ചെയ്തിട്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയും തുടങ്ങുവാനും അത് ഈ ഒരു 2 വർഷം കൊണ്ട് വളരെ ഒരു 10-100 ജോലിക്കാർ ജോലി ചെയ്യുന്ന തരത്തിലേക്ക് എത്തുവാനും കർത്താവ് ഇടയാക്കി. അപ്പൊ ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ സ്തുതിച്ചപ്പോൾ, ദൈവത്തെ കുടുംബമായി ചേർന്ന് ദൈവത്തെ ആരാധിച്ചപ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തിയ നാളിതുവരെയുള്ള പരിപാലനയിൽ ദൈവത്തെ സ്തുതിച്ചപ്പോൾ, നമ്മുടെ പൂർവികർ, നമ്മുടെ പഴയ നിയമം വായിക്കുകയാണെന്നുണ്ടെങ്കിൽ പൂർവികർക്ക് ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ, അവര് ഏതെങ്കിലും തരത്തിൽ അവരെ ശത്രുക്കൾ അവരെ നേരിട്ടപ്പോൾ, അവർക്കെതിരെ വരുന്ന ചിലപ്പോൾ 10,000-ങ്ങളോ ലക്ഷങ്ങളോ ആയിരിക്കാം, അവർ ചിലപ്പോൾ 1000-ങ്ങളായിരിക്കാം. ഇസ്രായേൽ ജനം കുറച്ചേ ഉള്ളെങ്കിലും നമ്മുടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, യേശുവിൽ ആശ്രയിച്ചുകൊണ്ട് അവർ സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, ആരാധിച്ചപ്പോൾ, അവർക്ക് ജെറിക്കോ അവർക്കായി വീട് കൊടുത്തതുപോലെ അവരുടെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുകയും ശത്രുക്കളുടെ സകല സ്വത്തുക്കളും അവർക്ക് കിട്ടുന്ന രീതിയിൽ ദൈവം അവർക്ക് കൊടുത്തതുപോലെ നമ്മൾ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തെ ആശ്രയിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ ദൈവം ചെയ്യുവാനായിട്ട് അവിടെ ഇടയാക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെ അപേക്ഷയിലൂടെ കൃതജ്ഞതാ സ്തോത്രങ്ങളിലൂടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദിവസം അവിടെ സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതുപോലെ പുതിയ സാഹചര്യത്തിലേക്ക് കൊണ്ടുവരാൻ കർത്താവിന്റെ സന്ദേശം അറിയാതെ എത്തി. ആ സന്ദേശപ്രകാരം എത്തിയപ്പോൾ ഇവിടെ കർത്താവ് മാതാപിതാക്കളോടും സുഹൃത്തുക്കളോടും സ്വന്തം ജനിച്ചു വളർന്ന സ്ഥലത്ത് നിൽക്കുവാൻ കർത്താവ് ഇടയാക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം കുടുംബമായി ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാൻ, കുടുംബമായി ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മള് എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 19 മുതൽ ഇങ്ങനെ വായിക്കുന്നു, സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവാൻ, ഗാനാലാപനങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവാൻ, ഇപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കും. എല്ലാ കാര്യത്തിലും ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തു 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി. എന്നിട്ട് അവർ പോകും വഴി 10 പേരും സുഖപ്പെട്ടു. എന്നാൽ ഒരു വിജാതീയനായ ഒരുവൻ വന്ന് യേശുവിന് നന്ദി പറഞ്ഞു. യേശു ചോദിച്ചു, ബാക്കി ഞാൻ 10 പേരെയല്ലേ സുഖപ്പെടുത്തിയത്, ബാക്കിയുള്ളവർ എവിടെ? ബാക്കി 9 പേര് എവിടെ? നമ്മുടെ നന്മകളെ ഓർത്ത്, നമുക്ക് തന്നിരിക്കുന്ന നന്മകളെ ഓർത്ത്, കണ്ണുണ്ടെങ്കിൽ കണ്ണിനെ ഓർത്ത്, കാഴ്ചയെ ഓർത്ത്, ആരോഗ്യം ഏത് തരത്തിലുണ്ട് ആ ആരോഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആ നന്മ തന്നവനെ കീർത്തിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു,
റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തില് നമ്മളിങ്ങനെ വായിക്കുന്നു, അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. നമുക്കറിയാം, ദൈവം ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവമാണ്. നമ്മൾ പല ആചാരങ്ങളിലും പല പ്രാർത്ഥനകളിലും നമ്മൾ പങ്കെടുക്കുന്നുണ്ടാവാം. എങ്കിലും അവിടുന്ന് ഇങ്ങനെ പരാതി പറയുന്നു, ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തണം. ദൈവം തന്നിരിക്കുന്ന കാര്യങ്ങൾക്ക് നന്ദി പറയാൻ ആ ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തുടർന്ന് അവിടെ പറഞ്ഞു. മറിച്ച് അവരുടെ യുക്തിവികാരങ്ങൾ നിഷ്ഫലമാവുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായി തീർന്നു. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാശക്തികളോടുകൂടെ ശരീരങ്ങൾ പരസ്പരം അപമാനിക്കുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. എന്തെന്നാൽ അവർ ദൈവത്തിന്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു. അവർ സൃഷ്ടാവിനെ ഒരു സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. അക്കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. അക്കാരണത്താൽ, ഏത് കാരണത്താൽ? ദൈവത്തെ സ്തുതിക്കാത്ത കാരണത്താൽ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തെന്നാണ് വചനം പറയുന്നത്. ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമുക്കുള്ള നിന്ദ്യമായ വികാരങ്ങൾ, നമ്മളിലുള്ള വെറുപ്പ്, വിദ്വേഷം, അങ്ങനെയുള്ള സകലവിധ ജഡത്തിന്റെ പ്രേരണകളും അശുദ്ധ പ്രേരണകളും ഇല്ലാതാവുമെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അക്കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ വികാരത്തിന് വിട്ടുകൊടുത്തു. ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിന്ദ്യമായ വികാരങ്ങളിൽ നിന്ന് നമുക്ക് മോചനം കിട്ടും. 28 ആ 1:28 ഇങ്ങനെ പറയുന്നത്, ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയ നിമിത്തം അധമ വികാരത്തിനും അനുചിത പ്രവർത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. ദൈവത്തെ അംഗീകരിച്ചുകൊണ്ട് നമുക്ക് കുടുംബമായി, നമുക്ക് സമൂഹമായി, നമുക്ക് ഇപ്പോഴും ദൈവത്തെ അംഗീകരിച്ചുകൊണ്ട് ദാവീദ് ചെയ്തതുപോലെ ഒരു നൃത്തം ചെയ്തുകൊണ്ട്, സ്തുതിച്ചുകൊണ്ട്, കൈകൾ അടിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി, നാളിതുവരെ പരിപാലിച്ച ദൈവത്തിന് നന്ദിയോടെ, ഹൃദയത്തിൽ നിറഞ്ഞ നന്ദിയോടെ ദൈവത്തിന് നമുക്ക് സ്തുതിക്കാം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയരെ, ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിങ്ങളും ചേർന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നമ്മുടെ യേശുവിനെ, നാളിതുവരെ പരിപാലിച്ച യേശുവിനെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. അവിടുത്തെ ഹൃദയത്തിലെ മുഴുവൻ നിറഞ്ഞുകൊണ്ട്, എന്റെ ദൈവം നാളിതുവരെ എന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കിയ ദൈവം, നാളിതുവരെ എന്നെ പരിപാലിച്ച ദൈവം, എനിക്ക് എന്ത് കുറവുണ്ടെങ്കിലും ഇതുവരെ പരിപാലിച്ച ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. തുടർന്ന് എന്നെ ഇതിലും വലിയ ശക്തിയിൽ, വലിയ അനുഗ്രഹത്തിൽ പരിപാലിക്കാൻ കഴിവുള്ളവനായ എന്റെ ദൈവത്തെ ദാവീദ് സ്തുതിച്ചതുപോലെ ഞാൻ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. അത്ഭുതങ്ങൾ കാണാം. ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തില്, നമ്മുടെ ശരീരത്തില്, മനസ്സില്, കുടുംബത്തിലെ കുടുംബ കാര്യങ്ങളിൽ വന്നു ചേരട്ടെ. ദൈവത്തിന്റെ കൃപയും ശക്തിയും വന്നു ചേരട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ പാട്ടുപാടി സ്തുതിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. Stop the
ദൈവത്തിന്റെ നാമം യേശുവിന്റെ നാമം എന്ന് പറഞ്ഞ് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.